ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആശുപത്രിയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റ ആളുകളെ സന്ദർശിക്കാനാണ് അദ്ദേഹം അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. തുടരുക. i20 കാറാണ് പൊട്ടിത്തെറിച്ചത്. ഈ i20 കാറിൽ 3 പേരുണ്ടായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളും CCTV ദൃശ്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. തൊട്ടടുത്തൊരു ഇക്കോ വാനുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാറും ഈ സ്ഫോടനത്തിൽ കത്തി ഉടനെ തന്നെ അതിനോടൊപ്പം കത്തി അമർന്നു എന്നൊരു റിപ്പോർട്ടുകളാണുള്ളത്. ഏതായാലും ഈ പൊട്ടിത്തെറിച്ച കാറിൽ നിന്ന് 3 മൃതശരീരങ്ങൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ദൃക്സാക്ഷികൾ പറയുന്നത് വയറുകളോ ടൈമറോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആ പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല, ആ കാറിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത് എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്ന് നമുക്കറിയത്തില്ല. എന്നാലും പൊട്ടിത്തെറിച്ച കാറിൽ വയറുകളോ അല്ലെങ്കിൽ സാധാരണ ടൈമറോ വയറുകളോ ഇക്കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല എന്നൊരു ദൃക്സാക്ഷിയുടെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ നേരിട്ട് സംഭവം സന്ദർശിക്കുന്നു, അതുപോലെ പരിക്കേറ്റവരെ സന്ദർശിക്കുന്നു. ഇത്രയും ഗുരുതരമായ ഒരു അവസ്ഥ തന്നെയാണ് ഡൽഹിയിൽ ഉണ്ടായതെന്ന് പറയേണ്ടി വരും. കാരണം റെഡ് ഫോർട്ട് അല്ലെങ്കിൽ ജമാ മസ്ജിദ് എന്നൊക്കെ പറയുന്നത് ഒരു കേന്ദ്ര ഭരണത്തിൻ്റെ മൂക്കിന് തൊട്ടടുത്താണ് എന്ന് പറയേണ്ടി വരും. അവിടെയാണ് ഇത്തരമൊരു തീവ്രവാദ ആക്രമണമാണെങ്കിൽ പോലീസ് ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല ഇത്തരമൊരു സ്ഫോടനം നടന്നതെങ്കിൽ അത് വലിയൊരു സുരക്ഷാ വീഴ്ച എന്ന് തന്നെ വേണം. ഇതുകൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിൽ വീഴ്ചയുണ്ട് എന്ന് ആദ്യ പ്രതികരണമായി തന്നെ വ്യക്തമാക്കിയത്. ഏതായാലും നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ചിട്ട് കൂടുതൽ NST, അതേപോലെ തന്നെ ഡൽഹി പോലീസിൻ്റെ പ്രത്യേക ഫോറൻസിക് വിഭാഗം, അതേപോലെ IB, NIA തുടങ്ങിയ എല്ലാ അന്വേഷണ ഏജൻസികളും സംഭവ സ്ഥലം പരിശോധിക്കുന്നുണ്ട്, കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഏതൊക്കെ രീതിയിലാണ് സ്ഫോടനത്തിൻ്റെ രീതി എന്ന കാര്യങ്ങൾ കണക്ക് കൂട്ടുന്നുണ്ട്. ഏതായാലും ഇതൊക്കെ കാണുന്നത് രാജ്യതലസ്ഥാനം ഇന്ന് വൈകിട്ട് 6:55 കൂടി ഞെട്ടിവിറച്ച ഒരു സ്ഫോടനത്തിന് സാക്ഷ്യം വഹിച്ചു എന്ന് തന്നെ പറയണം. ഇത് മരണസംഖ്യ ഇപ്പോൾ 10 പേരാണ് മരിച്ചത് എന്നാണ് പ്രാഥമികമായിട്ട് നമുക്ക് സ്ഥിരീകരിക്കപ്പെട്ട വസ്തുത. എന്നാൽ മരണസംഖ്യ കൂടാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് ഈ സ്ഫോടനത്തിൻ്റെ ദൃശ്യങ്ങളിൽ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. ഏതായാലും മരിച്ചവരിൽ 8 പേരെ മരണപ്പെട്ട രീതിയിൽ ശരീരഭാഗങ്ങളാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്ന് ആശുപത്രി സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതൽ അമിത്ഷാ വന്ന് സന്ദർശിച്ച ശേഷം ഇത് സംബന്ധിച്ച മരണസംഖ്യ സംബന്ധിച്ച ഒരു ഔദ്യോഗികമായ അറിയിപ്പുണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ഡൽഹി പോലീസിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും മരണം ഉണ്ട് അല്ലെങ്കിൽ പരിക്കേറ്റവരുണ്ട് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം സന്ദർശനത്തിന് ശേഷം പോലീസ് പുറത്തുവിടും എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. ഏതായാലും ഒരു കാര്യം നമുക്കറിയാം, ഡൽഹിയിലുണ്ടായത് ഉഗ്ര സ്ഫോടനമാണ്. അതിൻ്റെ ആഘാതം തൊട്ടടുത്തുള്ള, അതായത് 300 മീറ്റർ അകലെയുള്ള കടകളിലും അല്ലെങ്കിൽ ചില്ലുകളിലും ഒക്കെ എത്തി. അത് മെട്രോ സ്റ്റേഷൻ്റെ ലാൽ ചോക്ക് മെട്രോ സ്റ്റേഷൻ്റെ 1ാമത്തെ ഗേറ്റിലാണ് ഈ സ്ഫോടനം. അതിൻ്റെ തൊട്ടു മുമ്പിലാണ് സ്ഫോടനം നടന്നത് എന്നതിൻ്റെ ഗുരുതരാവസ്ഥയും ദുരന്തത്തിൻ്റെ വ്യാപ്തിയും വർദ്ധിപ്പിക്കുന്നു. വൈകിട്ട് ഉള്ള സമയവും ഇത്രയും തിരക്കുള്ള ഒരു സ്ഥലമാണ് വൈകിട്ട്. അതുകൊണ്ട് തന്നെ പരിക്കേറ്റവരുടെ എണ്ണം കൂടുതലുണ്ട് എന്ന് തന്നെയാണ് നമുക്കറിയുന്നത്. തൊട്ടടുത്ത ആശുപത്രികളിലേക്ക്, അത് ഇപ്പോൾ LNGP ആശുപത്രിയിലാണ് ഈ മരണപ്പെട്ടവരെയും ഗുരുതരമായി പരിക്കേറ്റവരുടെയും പ്രവേശിപ്പിച്ചിട്ടുള്ളത്. പരിശോധന പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ ഈ സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ അതിൻ്റെ തീവ്രത വല്ലാണ്ട് വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോഴും അവിടെ ആശുപത്രിയിൽ തുടരുന്ന ആളുകൾ എത്ര പേരുണ്ടെന്നുള്ള കണക്കുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ടോ? 24 പേരുടെ പേരുകളാണ് ഇപ്പോൾ അനൗദ്യോഗികമായിട്ട് നമുക്കറിയുന്നത്. കാരണം 18 പേരുടെ പേരുകളാണ് ഇപ്പോൾ ഈ ലിസ്റ്റിലുള്ളത് എന്നതാണ് പറയുന്നത്. അതായത് ICU അടക്കമുള്ള ICUയിലുള്ള അല്ലെങ്കിൽ ICUയിൽ പരിക്കേറ്റവരുടെ എണ്ണമാണ് പറയുന്നത്. പക്ഷേ ICUയിൽ അല്ലാത്ത പരിക്കേറ്റവരുണ്ട്. കാരണം തൊട്ടടുത്ത ഈ ചില്ലുകൾ തെറിച്ചിട്ടും അല്ലെ വാഹനത്തിൻ്റെ ഭാഗങ്ങൾ തെറിച്ചിട്ടുമൊക്കെ പരിക്കേറ്റവരുണ്ട്. അവരെയും വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഏതായാലും അല്പസമയം കൊണ്ട് ആഭ്യന്തരമന്ത്രി ഈ ആശുപത്രി സന്ദർശനം നടത്തി. സംഭവ സന്ദർശനത്തിന് ശേഷം ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ അറിയിപ്പുണ്ടാകുമെന്നാണ് ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നത്. ആശുപത്രിയും ഇത് സംബന്ധിച്ച മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കുമെന്നും ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കിയിട്ട് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി സന്ദർശിക്കുകയാണ്. ദൃശ്യങ്ങൾ നമ്മൾ അല്പസമയം മുമ്പ് കണ്ടതാണ്. അതിനുശേഷം മാത്രമായിരിക്കും ഇത് സംബന്ധിച്ച ഏകദേശ വ്യക്തത വരുള്ളൂ. കാരണം നേരത്തെ ഈ സംഭവം നടന്നപ്പോൾ 6:55 സംഭവം നടന്നപ്പോൾ ITO അതേപോലെ തന്നെ LNGP ആ റോഡ്
റോഡ് ലാൽക്കില റോഡ് പൂർണ്ണമായിട്ട് ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. ആംബുലൻസിനുള്ളിൽ പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. അത്ര സമയം അത്ര വാഹനങ്ങൾ കടന്നു പോകുന്ന വൈകുന്നേരങ്ങളെ വർക്കിംഗ് ഡേയുള്ള വൈകുന്നേര സമയമാണ്. അതുകൊണ്ട് തന്നെ വളരെ വലിയ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രോഗികളെ പലപ്പോഴും പരിക്കേറ്റവരെ പലപ്പോഴും എത്തിക്കാൻ കാലതാമസം ഏർപ്പെട്ടു. അതിന് പകരം ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാരും നഴ്സുമാരും സംഭവ സ്ഥലത്തേക്ക് കുതിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വന്നിട്ടുണ്ട്. ഏതായാലും ഇതൊക്കെ കാണിക്കുന്നത് പരിക്കേറ്റവരുടെ എണ്ണത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു വിവരം അല്പസമയം കഴിഞ്ഞാൽ ഔദ്യോഗികമായി തന്നെ പുറത്തേക്ക് വിടും എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഡൽഹി പോലീസ് വ്യക്തമായി മാധ്യമങ്ങളോട് പറഞ്ഞിട്ട് വ്യക്തമായ അഡ്വൈസറി നൽകിയിട്ടുണ്ട്, നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഔദ്യോഗികമായ കണക്കുകൾ മാത്രമേ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുത്, ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നത് കുറ്റകൃത്യമാണ് എന്ന രീതിയിലുള്ള ഒരു അഡ്വൈസറി ഇപ്പോൾ ഡൽഹി പോലീസ് വക്താവ് മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ സംബന്ധിച്ചും അത് സംബന്ധിച്ച് ഔദ്യോഗികമായ പ്രതികരണത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. കാരണം ഇത് തലസ്ഥാനത്ത് നടന്നൊരു സംഭവമാണ്. ഇതിൻ്റെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പക്വതമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നൊരു ഉപദേശമാണ് എല്ലാ മാധ്യമങ്ങൾക്കും ഡൽഹി പോലീസിൻ്റെ വക്താവ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ആ തരത്തിൽ നമുക്ക് സ്ഥിരീകരണം ലഭിക്കുന്ന ഒരു ഔദ്യോഗിക സ്ഥിരീകരണം അനുസരിച്ച് മാത്രമേ പരിക്കേറ്റവരുടെ മരണപ്പെട്ടവരുടെ എണ്ണം നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇക്കാര്യത്തിൽ മരണം 10 എന്നുള്ള രീതിയിൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട ആശുപത്രിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ നമ്മൾ ഇപ്പോൾ